മാമ്പഴ സീസൺ കഴിയും മുന്നേ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഈ മാമ്പഴ ഹൽവ കൂടി തയ്യാറാക്കി നോക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ മാമ്പഴ ഹൽവ തയ്യാറാക്കാനോ കുറഞ്ഞ ചേരുവയിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കഴിക്കാനോ വളരെ രുചികരമാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമ്മളിത് ഫ്രഷായിട്ട് തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നല്ല മധുരമുള്ള പഴുത്ത 2 മാങ്ങ ഞാൻ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് പൾപ്പാക്കി എടുക്കാം. അല്പം പോലും വെള്ളം ഒഴിക്കാതെ ഇതിനെ ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മാംഗോ പൾപ്പ് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ വേറൊരു ബൗളിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുക്കണം. കോൺഫ്ലവർ എടുത്തിട്ട് നമുക്കതൊന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. കോൺഫ്ലവറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ട ഒന്നും കെട്ടാതെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാമ്പഴ ഹൽവ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് നമുക്ക് അതിന് പകരമായിട്ട് മൈദാപ്പൊടി വേണമെങ്കിലും ഇതുപോലെ കലക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ആദ്യം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് മാമ്പഴ പൾപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചേക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിലുള്ള ജലാംശമൊക്കെ നല്ലതുപോലെ വറ്റണം. വറ്റി ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കൈ മാറ്റാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുകയും വേണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ കൂടി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒരേ കണക്കിന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കട്ടായിപ്പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി തന്നെ ഇരിക്കണം. ലോ ഫ്ലെയിമിലും വെച്ചേക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ മാമ്പഴ ഹൽവ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഈ മാമ്പഴ സീസൺ കഴിയുന്ന മുമ്പ് തന്നെ, ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ഏകദേശം കഴിയാറായി. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയും രുചികരമാണ്. ഇനി ഇതുപോലെ നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നെയ്യിൽ കിടന്നാണ് ഇത് നല്ലതുപോലെ ഇനി കുറുകി വരാനുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കണം. ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഇളക്കി നമുക്കിത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാവണം. അതുവരെ നമുക്കിതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കാഷ്യൂ നട്ട് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കണം. ഇത് ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇനി നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് എല്ലാം ഒന്ന് ലെവലാക്കണം. ലെവലാക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിരുന്നാൽ മതി. അരമണിക്കൂർ പുറത്തല്ല, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഇത് നമുക്കിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് നമുക്കിങ്ങനെ പുറത്ത് വെച്ചിരുന്നാൽ മതി. അരമണിക്കൂർ ആകുമ്പം വളരെ രുചികരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറായി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ഇനി അലുവ നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അലുവ തയ്യാറാക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും, അത്രയും രുചികരമാണ്.